കഴിഞ്ഞ വർഷമാണ് പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടന്നത്. ഇപ്പോൾ കേരളവും കുംഭമേളയ്ക്ക് വേദിയാകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ജുന അഖാഡയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കേരളത്തിലും കുംഭമേള സംഘടിപ്പിക്കപ്പെടുന്നത്. ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം തന്നെ അദ്ദേഹം തന്നെ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്നതായിരിക്കും. സ്വാമി നമസ്കാരം. എങ്ങനെയാണ് ഈ കേരളത്തിലൊരു കുംഭമേള നടത്താനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ്? പ്രാചീനമായിട്ടുള്ള ഈ ഒരു സംസ്കൃതിയുടെ ധാര കേരളത്തിലുണ്ടായിരുന്നു. അത് ബ്രഹ്മദേവൻ്റെ കാലം മുതൽ അവിടുത്തെ യാഗഭൂമി എന്നുള്ള ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് അതിപൗരാണികമായ കാലം മുതൽ നിലനിന്ന് വന്നതാണ്. പക്ഷേ 270 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരത് നിർത്തലാക്കി. അപ്പോൾ അതിൻ്റെ ഒരു പുനരുജ്ജീവനം, അതിൻ്റെ ശ്രമങ്ങളും കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങളായിട്ട് പലരായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ രീതിയിലുള്ള പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ 2016 മുതൽ നടന്നു വരുന്നുമുണ്ട്. അപ്പോൾ അതിന് ഈ ഭാരതത്തിൻ്റെ മഹാസംസ്കൃതിയുടെ ആചാര പദ്ധതിയുമായിട്ട് ഒന്ന് കൃത്യമായിട്ട് കോർത്തിണക്കുക എന്നുള്ളതാണ് ഈ വർഷം നടക്കുന്നത്. അപ്പോൾ അതിനെ ഇപ്പോൾ പ്രയാഗിൽ ഇതേ സമയത്ത് വലിയ രീതിയിലുള്ള മാഘമഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെയാണ് അതിൽ യോഗി ആദിത്യനാഥ്ജിയൊക്കെ സ്നാനം ചെയ്തത് പ്രയാഗ്രാജിലെ മഹാമാഘത്തിൽ. അപ്പോൾ ആ ഒരു സംസ്കൃതിയുടെ ഭാഗം തന്നെയാണ് ഇവിടെ. അത് മുറിഞ്ഞു പോയ കണ്ണിയെ വിളക്കി ചേർക്കുകയാണ്. എന്നു മുതലാണ് കേരളത്തിലെ കുംഭമേള? എന്നു മുതൽ എന്ന് വരെയാണ് നടക്കുന്നത്? അത് ജനുവരി 18 മുതൽ മൗനി അമാവാസി, ഫെബ്രുവരി 3 മാഘമാസത്തിൻ്റെ മകം എന്നുള്ളതിൻ്റെ സംസ്കൃതമാണ്. ആ മാഘമാസത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട നക്ഷത്രം മകൻ നക്ഷത്രമാണ്. അത് ഫെബ്രുവരി 3 ഇതാണ്. അതുവരെയാണ് കേരളത്തിൻ്റെ ഈ വർഷത്തെ മാഘമഹോത്സവം. പക്ഷേ 16 തൊട്ട് അതിൻ്റെ ചടങ്ങുകൾ തുടങ്ങും. 16, 17, 18 തീയതികളിൽ അതിൻ്റെ പ്രായശ്ചിത്തവും 19 രാവിലെ 11 മണിക്കാണ് ധർമ്മധ്വജാരോഹണം. അത് കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള ഗവർണറാണ് നിർവഹിക്കുന്നത്. ഈ മറ്റ് 4 സ്ഥലങ്ങളിലും ഈ കുംഭമേള നടക്കുമ്പോൾ വലിയൊരു പങ്കാളിത്തം ഭക്തരുടെയും ഒപ്പം തന്നെ സന്യാസി പരമ്പരകളുടെയൊക്കെ കൊണ്ട് ശ്രദ്ധേയമാണ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനൊരു കുംഭമേള സംഘടിപ്പിക്കുമ്പോൾ എത്രമാത്രം ആളുകൾ, സന്യാസിമാരും ഭക്തരുമായിട്ടുള്ള ആളുകൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഈ വർഷം നമ്മൾ ഒരു വലിയ വിപുലമായ പദ്ധതി ആലോചിച്ചിരുന്നില്ല. അത് 2028 ഇവിടെ ഏറ്റവും വൈശിഷ്ട്യമായൊരു സമയം. അതായത് വ്യാഴം സിംഹരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം, ഉജ്ജയിനിലെ സിംഹസ്ഥ കുംഭമേളയുടെ അതേ സമയം. അപ്പോൾ അത് ആ ഒരു 28 നമ്മൾ നന്നായി ഒരുങ്ങുക, അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ഈ വർഷത്തെ നമ്മൾ കണ്ടിരുന്നത് ആദ്യഘട്ടത്തിൽ. പക്ഷേ അത് അതിൻ്റെ വാർത്തകൾ വരുന്നതോട് കൂടിയിട്ട് വലിയ രീതിയിൽ പ്രചരിച്ചു. ഇപ്പോൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകളും ആചാര്യന്മാരും ഒക്കെ എത്തിച്ചേരും എന്നുള്ളൊരു സ്ഥിതിയാണ്. അപ്പോൾ ഈ വർഷം തന്നെ അതൊരു വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ധാർമ്മിക സംഗമമായിട്ട് നടക്കും. ഏതൊക്കെ സന്യാസി പരമ്പരകളായിരിക്കും ഇവിടെ സഹകരിക്കാനായിട്ടുണ്ടാവുക? എല്ലാ സന്യാസി പരമ്പരകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര പേര്, ഇന്ന ആളുകൾ ഇന്ന സമയത്ത് വരും എന്ന് സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റില്ല. അത് ഒരു ട്രഡീഷനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് അവർ ആരും ക്ഷണിക്കാതെ ഇത് വന്നു ചേരുന്നതാണ്. അപ്പോൾ എത്ര പേര് വന്നു ചേരും എന്നുള്ളതൊക്കെ ഒരു പ്രകൃതിയുടെ ഒരു തീരുമാനമാണ്. അപ്പോൾ വരും വർഷങ്ങളിൽ മുന്നോട്ട് പോകും തോറും ഇവിടെ നാസിക് കുംഭമേള കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇതിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വിശേഷമായിട്ടുള്ള സമയം വരിക. അപ്പോൾ നാസിക് കുംഭമേള ഇപ്പോൾ 2027 നടക്കുകയാണ്. നാസിക് കുംഭമേള കഴിഞ്ഞ് അവിടെ നിന്നുള്ള മുഴുവൻ സന്യാസിമാരും കേരളത്തിലേക്ക് വരികയും ഇവിടെ നിന്നുള്ള മാഘമേളയുടെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഉജ്ജയിൻ കുംഭമേളയിലേക്ക് പോവുകയും എന്നുള്ള രീതിയിൽ ഇതിൻ്റെ മുഴുവൻ കാര്യക്രമങ്ങളും ചിട്ടപ്പെടുത്തി വരും എന്നാണ് നമ്മൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൻ്റെ ഒരു ആധ്യാത്മിക മേഖലയിൽ ഈ കുംഭമേളയോടുകൂടി എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ നടത്തി കഴിഞ്ഞപ്പോൾ ഈ ത്രിമൂർത്തി മലയിൽ നിന്ന് ആരംഭിച്ച് ത്രിമൂർത്തി സംഗമം വരെയുള്ള ഭാരതപ്പുഴ, ഭാരതത്തിൻ്റെ പേരിൽ ഭാരതത്തിലുള്ള ഏക നദിയാണ്. ഭാരതത്തിലെ എല്ലാ തീർത്ഥങ്ങളും ഗംഗാദേവിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഗമിച്ചിട്ടാണ് ഈ നദി ഉണ്ടാക്കിയതെന്നാണ്. ഇതിൻ്റെ കരയിൽ എല്ലാ സംസ്കൃതിയുമുണ്ട്. പറയിവറ്റ പന്തിരുകുലം ഇതിൻ്റെ കരയിലാണ്. കേരളത്തിൻ്റെ തന്ത്രപാരമ്പര്യമായിട്ടുള്ള മലവാരം ഇതിൻ്റെ കരയിലാണ്. കേരളത്തിൻ്റെ നളന്ത എന്ന് പറയുന്ന കൂടല്ലൂർ കളരി ഇതിൻ്റെ കരയിലാണ്. വേദ കാര്യങ്ങളുടേതായിരുന്ന പാഞ്ഞാൾ, ആ ഭൂമി, യാഗഭൂമി ഇതിൻ്റെ കരയിലാണ്. കേരളത്തിൻ്റെ തനതായ വൈദിക സംസ്കൃതി തിരുനാവായ യോഗം എന്നുള്ള നിലയ്ക്ക് തിരുനാവായയിൽ തന്നെയാണ്. പിന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ, പൂന്താനം, മേൽപ്പത്തൂർ ഇവരുടെയൊക്കെ തപോഭൂമി ഇവിടെയാണ്. ആയോധന കളരികൾ, അതിൻ്റെ പിന്നെ കല, വെള്ളിനേഴി, അങ്ങനെയുള്ള ഭൂമി ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ എന്തെല്ലാം ഈ ശാസ്ത്രവും സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് ഈ ഭൂമിയിലുണ്ടോ അതിൻ്റെ എല്ലാം ഒരു കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ നിളാനദിയുടെ ഭാരതപ്പുഴയുടെ തടമാണ്. അപ്പോൾ അതിനെ മുഴുവൻ പൂർവികമായിട്ടുള്ളൊരു പ്രൗഢിയിലേക്ക് തിരിച്ചാനയിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യത്തിൻ്റെ ആരംഭമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്.
കേരളത്തിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡുകളും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കുംഭമേളയോട് ദേവസ്വം ബോർഡുകളുടെ ഒരു സഹകരണം ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ലഭിച്ചു? ഒന്ന് അവരെ സംബന്ധിച്ചിടത്തോളം തീർത്തും പരിചിതമല്ലാത്ത, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുവിലുള്ള തീർത്തും പരിചിതമല്ലാത്തൊരു കാര്യമാണ് നടക്കുന്നത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തുടക്കത്തിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് എല്ലാ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരും, ദേവസ്വം ബോർഡ് മന്ത്രി ഇതിൻ്റെ രക്ഷാധികാരിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാരും. അപ്പോൾ അവരുടെ ഒരു പരിചയക്കുറവിൽ നിന്നുകൊണ്ട് ഉള്ള അവർക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യങ്ങളുണ്ടാവാം. പക്ഷേ ഇതൊക്കെയായിട്ട് നമ്മൾ സഹകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വളരെയധികം നന്ദി. കുംഭമേളയ്ക്ക് കേരളവും വേദിയാവുകയാണ്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം കിരൺ കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.